വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫിയാസ് ഡയറീസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കുറേ ആയി ലെങ്തി വീഡിയോസ് ഇട്ടിട്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്, വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, ഇപ്പോൾ ഷോർട്സ് മാത്രം ഇടാറ്, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഓക്കെ, എന്തായാലും അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇതാ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണച്ചന്ത കേട്ടോ, 2024 ഓണച്ചന്ത. അപ്പോൾ ഞാൻ എന്താ സുരഭി ചേച്ചിയുടെ കൂടെയാണ്, ഞാൻ രേവതി ചേച്ചിയാണ്, ചേച്ചിൻ്റെ കൂടെയാണ് ഈ ഒഴിഞ്ഞിരിക്കുന്ന സ്റ്റാളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലാസ് എടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും ഒരുപാട് താത്തമാരൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. നല്ല രസമായിരുന്നു ഓണച്ചന്ത, എല്ലാ പ്രാവശ്യത്തും പോലെ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തൊക്കെ ഓണച്ചന്തൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പൂക്കളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ ഓണച്ചന്തക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനും ഇതാ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നിരത്തി. അപ്പോൾ 4 ദിവസം നമ്മുടെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഓണച്ചന്ത കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഓരോന്നിങ്ങനെ ഞാൻ എണ്ണി പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഓണച്ചന്ത ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണത്തിൻ്റെ 2 days മുന്നേ ആയിരുന്നു ലാസ്റ്റ് ദിവസം, 21-ാം തീയതി അന്നാണ് നമ്മുടെ ഓണച്ചന്ത അവസാനിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ട്രിപ്പൊക്കെ പോയതുകൊണ്ടാണ് ഇടാൻ ലേറ്റായി പോയത്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ട്, നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, പലതരം പായസവും, പിന്നെ എന്താ പറയുക, ഞാൻ ഓരോന്നിങ്ങനെ പറയാൻ എനിക്ക് കിട്ടൂല. എല്ലാം ഒരു കുടക്കീൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഓണച്ചന്തക്ക് വന്നാൽ. അപ്പോൾ നിങ്ങളൊക്കെ ഓണച്ചന്തയിൽ പോയിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ എല്ലാവരും പോയി. നിങ്ങളുടെ നാട്ടിലെ ഓണച്ചന്തക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ സംരംഭകരാണോ? ആരൊക്കെ സംരംഭകരുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയർമാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എനിക്കൊക്കെ പേഴ്സണലി ഒരു വരുമാനം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഓണച്ചന്തയിൽ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരു 4 ദിവസം ഒരുപാട് ആൾക്കാരായിട്ട് പല എന്താ പറയുക, പല അടുത്തു നിന്നുള്ള, അതായത് നമ്മുടെ ഈ നാട്ടിലുള്ള പല സാഹചര്യത്തിലുള്ള പല ആൾക്കാരായിട്ടും മിങ്കിളായി നല്ല രസമായിട്ട് നമ്മളൊരു എന്താ പറയുക, വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുക. ഭയങ്കര സഹകരണ മനോഭാവത്തിൽ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് ഓരോ തവണ ഓണച്ചന്തയിൽ പങ്കെടുക്കുമ്പോഴും അടുത്ത പ്രാവശ്യം പങ്കെടുക്കാൻ ഇൻട്രസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ സ്റ്റോള്. ഞാൻ സാധാരണത്തെ പോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസും പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസുമാണ് ഞാൻ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത് കേട്ടോ. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏർണിങ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓണച്ചന്ത. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, എൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നോക്കി ഒരു ഉച്ചന് ശേഷം ഫസ്റ്റ് ഡേ നല്ല മഴയായിരുന്നു, നല്ല രസമായിരുന്നു. മഴയായപ്പോൾ നമുക്കൊന്നും മഴ നമ്മളെ ബാധിച്ചിട്ടില്ല, സാധാരണ വെള്ളമൊന്നും ഉള്ളിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ കഴിഞ്ഞു, ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഞങ്ങളുടെ. അപ്പോൾ ഞാൻ 4 ദിവസം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക.
ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, 4th ഡേ. അപ്പോൾ നല്ല രസമായിരുന്നു. 4ാമത്തെ ദിവസം പാട്ടൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പാട്ടൊക്കെ പാടി. നല്ലൊരു അനുഭവമായിരുന്നു ഓണച്ചന്ത എന്ന് പറയുന്നത്. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. നമ്മുടെ രേവതി ചേച്ചി, എൻ്റെ ബെസ്റ്റിയാണെന്ന് പറയട്ടെ, രേവതി ചേച്ചി, ഷൈനാസ്ത, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല കമ്പനിയാണ്, എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.